നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വൈറ്റ് പെന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാലിയായൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാലി കുപ്പി എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലിറ്റർ ഗ്ലൂ ഇല്ലേ, അതിൻ്റെ ഒരു ട്യൂബാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ട്യൂബ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ഇങ്ക് റെഡിയാക്കാം. അപ്പോൾ ഇങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് അക്രിലിക് പെയിൻറ്റ് വൈറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. പെയിൻറ്റിനെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ സാധാരണ ഗ്ലൂവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇവിടെ മിസ്സായതാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ട്യൂബിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിത് റിലീസ് ചെയ്യുക. അപ്പോൾ അത് പെയിൻറ്റ് ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു നിബ്ബ് വേണ്ടേ. അപ്പോൾ നിബ്ബിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മഷി തീർന്ന ഒരു റീഫിലാണ് എടുക്കുന്നത്. അപ്പോൾ റീഫിൽ എടുത്തിട്ട് അതിൻ്റെ നിബ്ബ് ഒന്ന് ഊരിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു നിബ്ബിൻ്റെ ബാക്കിൽ കൂടെ സേഫ്റ്റി പിൻ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നിബിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു ബോൾ ഉണ്ടാവും. ആ ബോൾ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോൾ ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഈ നിബ് നമ്മുടെ ഈ ഗ്ലിറ്റർ ഗ്ലൂവിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. മഷി പുറത്തേക്ക് വരാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ ചെറുതായി പ്രസ് ചെയ്തിട്ട് എഴുതുമ്പം നമ്മൾക്ക് വൈറ്റ് പെന്നായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പ്രസ് ചെയ്യുക. കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇങ്ക് പുറത്തേക്ക് വരും. ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നല്ല നീറ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. പെർഫെക്റ്റായിട്ട് നമ്മൾ പെന്നിനെ കൊണ്ട് എഴുതിയ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.